ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെയും ചെറുതായി പാലപ്പം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ പാഠഭാഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പാഠമല്ലേ, ക്രിസ്തുമസ് പരീക്ഷയ്ക്കൊക്കെ വരാനുണ്ട്. പിന്നെയും ചെറുതായി പാലപ്പം. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാന വാക്കുകളും അല്ലെങ്കിൽ പ്രധാന കാര്യങ്ങൾ, ചിഹ്നങ്ങളൊക്കെ ഒന്ന് ടീച്ചർ പറയുകയാണേ. പഠിക്കണം കേട്ടോ, എല്ലാവരും പഠിക്കണം. ഇത് നോക്കിയേ, ഇവിടെ ആരാണ്? ഇവിടെ ഇതാ ഈ വണ്ടിയിൽ സൈക്കിളിലൊക്കെ ഇരിക്കുന്നുണ്ട് ഒരു കുട്ടി അല്ലേ. അതാരാണ്? ഈ കുട്ടിയുടെ പേര് ഷൈനി എന്നാണേ. നമ്മുടെ പ്രവർത്തന പുസ്തകത്തിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, ഇവിടെ പൂമ്പാറ്റയൊക്കെ കാണുന്നുണ്ട്. അവളുടെ കയ്യിൽ എന്തോ ഉണ്ട്, അതാണ് പാലപ്പം അല്ലേ. പാലപ്പം നോക്കി വരുന്ന ഉറുമ്പുണ്ട്, പൂച്ചയുണ്ട്, കാക്കയുണ്ട്, കോഴിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിലെ പ്രധാനപ്പെട്ട വാക്കുകളല്ലേ. അപ്പോൾ വാക്കുകൾ, ഇതിലെ പ്രധാനപ്പെട്ട വാക്കുകൾ, ഒന്ന് പാലപ്പം. എങ്ങനെ എഴുതുക? പാലപ്പം. 2 പാ വേണം കേട്ടോ, 2 പാ വേണം. പാ എഴുതി 2 പാ എഴുതിയാലാണ് പാലപ്പം. പാലപ്പം. അല്ലേ, അതുപോലെ കോഴി. കേഴിന്നൊന്നും ആരും എഴുതരുതേ, കോഴി. എങ്ങനെയാ എഴുതുക? കാന്റെ കൂടെ ഓ ചിഹ്നമാണ് വേണ്ടത്. കോ. ഇതില്ലെങ്കിൽ എന്താവും? ഈ കേഴിയാവും അല്ലേ. അപ്പൊ നമുക്ക് കോഴി വേണമെങ്കിൽ കോ. പിന്നെ എഴുതി ഈ ചിഹ്നം, കോഴി. എല്ലാരും പഠിക്കണം കേട്ടോ. പിന്നെ കാക്ക, എല്ലാവർക്കും അറിയാം. കാക്ക. ഇനി മറ്റൊരു പുതിയ വാക്കാണ് നമ്മൾ പഠിക്കുന്നത് ഈ പാഠത്തില്. ഉറുമ്പ്. എല്ലാവർക്കും അറിയാലോ. റാ എഴുതി ഊ ചിഹ്നം, ഉറുമ്പാ ചിഹ്നം, ബാ എഴുതി ചന്ദ്രക്കല, ഉറുമ്പ് അല്ലേ. ഉറുമ്പ്. പിന്നെ നമ്മൾ പറഞ്ഞു, വേറൊരാളെ പഠിച്ചില്ലേ, ഇതാരാണ്? ഷൈനി അല്ലേ. ഷൈനിയാണ്. അപ്പൊ ഷാ എഴുതി, ഷായ്ക്ക് മുന്നേ ഷായുടെ മുന്നേ എന്ത് വേണം? ഐ ചിഹ്നമാണ് അല്ലേ. ഷൈ പറഞ്ഞു നോക്കൂ. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും വാക്കിന്റെ മുന്നിലാണ് ഐ ചിഹ്നം വരുന്നെങ്കിലോ? ഇത് നോക്കൂ, മായുടെ മുന്നിൽ ഐ ചിഹ്നം വന്നാൽ മൈ അല്ലേ. മൈന, മൈദ അല്ലേ. നമ്മളെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന മൈദ. പിന്നെന്താ? ചായുടെ മുന്നിൽ ഐ ചിഹ്നം വന്നാലോ? ചൈന. ഒരു രാജ്യത്തിന്റെ പേരാണ് അല്ലേ, ചൈന. പൈതൽ. നമ്മൾ വീട്ടിലെ അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും, അയ്യോ ഇത് പൈതലാട്ടോ, അതിനൊന്നും ചെയ്യല്ലേ. ചെറിയ കുഞ്ഞിനെ പറയുന്നതാ. പായുടെ കൂടെ ഐ, പൈതൽ അല്ലേ. നോക്കിയേ, ഇത് പായുടെ കൂടെ ഐ ചിഹ്നം വന്നാൽ എന്തായി? പൈതൽ അല്ലേ, പൈതൽ. പിന്നെ കൈയുടെ കൂടെ ഐ ചിഹ്നം വന്നാലോ? കൈതച്ചക്ക. ദായുടെ കൂടെ വന്നാലോ? ദായുടെ കൂടെ ഏതാണ്? ഇത് എനിക്ക് നല്ല ധൈര്യമുണ്ട് എന്ന് നമ്മൾ പറയാറില്ലേ, ഇതാണ് ദായുടെ കൂടെ ധൈര്യം. അപ്പൊ ഇതുപോലുള്ള വാക്കുകൾ എൻ്റെ മക്കളൊന്ന് കണ്ടുപിടിച്ച് വന്നേ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ, സീ യു.